കടയിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും ചെറിയ വലിയ ചേമ്പിൻ്റെ വിത്ത് കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ ഈ ചെടിച്ചട്ടിയിൽ നട്ടു. ഒരു മാസം കഴിഞ്ഞപ്പോൾ മുളച്ചു വന്നു. ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ്. ചെറിയ കന്നുകുട്ടി പോലെയൊക്കെ ഉണ്ട്, 2-3 ചെറിയ തൈകൾ ഉണ്ടാകുന്ന പോലെ ഉണ്ട്. അപ്പോൾ ഒന്ന് പറിച്ച് നോക്കിയാലോ എന്ന് വിചാരിച്ചു. കാരണം അത്യാവശ്യം കാലമായല്ലോ. സാധാരണ ഇല വാടി തുടങ്ങുമ്പോഴാണ് പറിക്കാമെന്നാണ് പറയുക. പക്ഷേ 8 മാസം കഴിഞ്ഞ് ഇനി കാത്തിരിക്കാൻ എങ്ങോട്ടാണെന്ന് വിചാരിച്ചു ഞാൻ. ഇതേ ചെടിച്ചട്ടികളിൽ ചേമ്പിനെ വീർപ്പൂട്ടിച്ചുകൊണ്ട് വളരെ പടർന്നിരുന്ന മധുരക്കിഴങ്ങ് പറിച്ചപ്പോൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് പറിച്ചപ്പോൾ അതാ 3 കിഴങ്ങുകൾ കണ്ടപ്പോൾ സന്തോഷമായി. വളരെയധികം ശ്രദ്ധയോടു കൂടിയാണ് പറിച്ചെടുത്തത് കേട്ടോ. ആദ്യം ചെടിച്ചട്ടിയിലെ മണ്ണൊക്കെ നല്ലോണം വെള്ളമൊഴിച്ച് കുതിർത്തി മൺകോരി കൊണ്ട് ഇത്തിരീശെ ആ മണ്ണൊക്കെ മാറ്റി, പിന്നെ ഗ്ലൗസ് ഇട്ടിട്ട് കൈ കൊണ്ടും കുറേ മണ്ണ് മാറ്റി അങ്ങനെയാണ് പറിച്ചെടുത്തത്. അല്ലെങ്കിൽ കിഴങ്ങ് മുഴുവൻ പൊട്ടി കഷ്ണമായിട്ടാണ് കിട്ടുക. അവിടെ വെച്ച് തന്നെ ആദ്യത്തെ റൗണ്ട് കഴുകിലൊക്കെ കഴുകി മണ്ണൊക്കെ ഒരുവിധമൊക്കെ കളഞ്ഞ് അപ്പോൾ കുറച്ച് കാണാനൊക്കെ ഒരു ലേശം ചെയ്യലുണ്ട്. ഏതായാലും മുളയുള്ള കിഴങ്ങുകളായതുകൊണ്ട് വിചാരിച്ചു ഒരെണ്ണം ഉണ്ടാവാൻ നട്ടാക്കി. വെള്ളയിൽ ഏറ്റവും ചെറുത് തിരഞ്ഞെടുത്തിട്ട് നടാൻ തീരുമാനിച്ചു. അതിനുവേണ്ടി അവിടെ മണ്ണ് മാറ്റി നോക്കിയപ്പോഴാണ് ഒരു കിഴങ്ങ് കൂടെ ആ മണ്ണിൻ്റെ അടിയിലുണ്ടായിരുന്നു. അപ്പോൾ മൊത്തത്തിൽ 4 കിഴങ്ങുകളായി. പിന്നെ ആദ്യം വിചാരിച്ച പോലെ തന്നെ അതിലൊരു കിഴങ്ങ് അവിടെ തന്നെ അങ്ങ് നട്ടു. ആ മുളയുള്ള കിഴങ്ങാണ്. അപ്പോൾ അതുകൊണ്ട് അത് വീണ്ടും മുളയ്ക്കാനൊരു പ്രതീക്ഷയുണ്ട്. ബാക്കി 3 എണ്ണം നല്ലോണം കഴുകി ഒരു പ്ലേറ്റിൽ വേരൊക്കെ വന്ന കിഴങ്ങുണ്ട്. ശരിക്ക് നടായിരുന്നു. പക്ഷേ പിന്നെ സ്ഥലമില്ല. ഒരുപാടെണ്ണം നട്ടാൽ ഉണ്ടാവാനുള്ള സ്ഥലമില്ലാത്തതുകൊണ്ട് ചെടിച്ചട്ടിയിലല്ലേ നട്ടിരിക്കണേ. അപ്പോൾ ആ ഉള്ള ചെടിച്ചട്ടികളിലൊക്കെ വേറെ ചെടികളും ഉണ്ട്. അപ്പോൾ അത് കറിക്കെടുക്കാൻ തീരുമാനിച്ചു. നല്ല മസാലയൊക്കെ ഇട്ട് നല്ല ഉഷാറൊരു അടിപൊളി കറിയായിരുന്നു. നല്ല രുചിയായിരുന്നു. ചെറുപ്പത്തിൽ ഞങ്ങൾ വീട്ടിൽ ചെറിയ ചേമ്പും വലിയ ചേമ്പും ഒക്കെ കൃഷി ചെയ്യാറുണ്ടായിരുന്നു. അന്ന് കൃഷി ചെയ്യാൻ ഇഷ്ടംപോലെ സ്ഥലം ഉണ്ടായിരുന്നു. ഒരു 10-25 സെൻറ്റ് വലിയ സ്ഥലത്തായിരുന്നു വീട്. അപ്പോൾ മഴക്കാലം ആകുമ്പോൾ ഇതൊക്കെ കൃഷി ചെയ്യും. അത്യാവശ്യം വിളവും ഉണ്ടാവും. നല്ല രസമാണ് അതൊക്കെ ചെയ്യാൻ. ഇപ്പോൾ കുറേ കാലമായിട്ടൊന്നും ചെയ്തിട്ടില്ല. ഇവിടെ ഒട്ടും സ്ഥലവും ഇല്ല. അപ്പോൾ ഇന്നലെ ഒരു മാളിൽ പോയപ്പോൾ ഒരു ചെറിയ വിത്ത് വലിയ ചേമ്പിൻ്റെ ഏറ്റവും ചെറിയൊരു ചേമ്പ് ഞാൻ വാങ്ങിച്ചു. എന്നുവെച്ചാൽ ഒരു പരീക്ഷണമാണ്. നടാൻ സ്ഥലമില്ല. അപ്പോൾ ഞാൻ കണ്ടെത്തിയത് ഇതാണ്. ഒരു 18 ഇഞ്ച് ചെടിച്ചട്ടിയുണ്ട്. ആ ചെടിച്ചട്ടിയിൽ ഇപ്പം തന്നെ ഒരു മുരിങ്ങ വളരുന്നുണ്ട്. അത് കൂടാതെ ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് ചുവന്ന ജീരക തൈ നട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തായാലും ഇതൊന്ന് അതിൽ നട്ടു നോക്കാമെന്ന് ഒന്ന് ശ്രമിക്കാം. ഒരു പരീക്ഷണം. തൽക്കാലം ചുവന്ന ജീരക തൈ അവിടെ നിന്ന് മാറ്റി, അതിൽ സ്ഥലം ഉണ്ടാവില്ല. എന്നിട്ട് ഒരു കുഴിയൊക്കെ എടുത്ത് അതിൽ ഈ ചേമ്പിൻ്റെ വിത്ത്, ഇത് വലിയ ചേമ്പാണ്, ഇവിടെ കുളമ്പേമ്പ് എന്നൊക്കെ പറയും, അതിൻ്റെ വിത്താണിത്. അപ്പോൾ അത് ഒന്ന് നട്ടു നോക്കാം. ആകെ ഒരു പ്രശ്നമേ ഉള്ളൂ, ഇവിടെ ഇടയ്ക്ക് എലി ശല്യം ഉണ്ടാവാറുണ്ട്. മുമ്പ് ഞാൻ വെജിറ്റബിൾ വേസ്റ്റ് ചെടിയുടെ ഇടയ്ക്ക് കുഴിച്ചിടാറുണ്ടായിരുന്നു. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ എലി ചെടിയുടെ കടയടക്കം, വലിയ വെണ്ടയൊക്കെ ഉണ്ടായിരുന്നു, അതിൻ്റെ കടയടക്കം മാന്തിയിട്ടു. കുറേ മണ്ണ് മുഴുവൻ മുറ്റത്തുമാക്കി. അതേ പിന്നെ വെജിറ്റബിൾ വേസ്റ്റ് ചെടിക്ക് വളമായിടുന്നത് നിർത്തേണ്ടി വന്നു. അപ്പോൾ അതുപോലെ ഇത് ക്യാരറ്റ് കുഴിച്ചിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു. ഫുൾ ക്യാരറ്റ് കുറച്ച് കേടായപ്പോൾ കറിക്കെടുക്കാൻ പറ്റില്ല എന്നുണ്ടപ്പോൾ അന്ന് കുഴിച്ചിട്ടു. അതും എലി മാന്തി എടുത്തു. അപ്പോൾ ഇനി എൻ്റെ ഒരു പേടി എന്താണെന്ന് വെച്ചാൽ ചേമ്പും എലിക്ക് താല്പര്യമുള്ള സാധനമാണല്ലോ. അപ്പോൾ എലി വന്ന് മാന്തി ഇനി മുരിങ്ങ അടക്കം പറിച്ചിടുമോയെന്ന് അറിയില്ല. എന്തായാലും നോക്കാം, ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. ഉണ്ടാവുമെന്ന് അറിയാമല്ലോ. ഇത് വിജയകരമാവുകയാണെങ്കിൽ പിന്നെ ഞാൻ ഉദ്ദേശിച്ചത് ഇന്നലെ അവിടെ കടയിൽ സ്വീറ്റ് പൊട്ടറ്റോ അഥവാ മധുരക്കിഴങ്ങ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഇന്നലെ നോക്കിയപ്പോൾ ഫുള്ളായിട്ടുള്ള പീസൊന്നും കണ്ടില്ല, എല്ലാം കഷ്ണം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് മുളയ്ക്കുമോ സംശയമുള്ളതുകൊണ്ട് വാങ്ങിച്ചു കൊണ്ടുവന്നില്ല. ഇനി എപ്പോഴെങ്കിലും പോകുമ്പോൾ ചെറിയ മധുരക്കിഴങ്ങ് കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് അടുത്ത പരീക്ഷണം നോക്കണം.